ഹായ് ഓൾ. ഇന്ന് നമ്മൾ MBC046 ഇഗ്നോയുടെ സെക്കൻഡ് ഇയറിലെ ഒരു സബ്ജക്റ്റ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പുതിയ സബ്ജക്റ്റാണ്. ഇപ്പോൾ ഒരു 2 വർഷമായേ ഉള്ളൂ. പ്രോജക്റ്റിന് പകരമായിട്ട് ഇഗ്നോയിൽ വന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം ഇതിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസൊന്നും നമുക്കില്ല, പിന്നെ അതേപോലെ ഒരുപാട് ക്ലാസ്സസും അവൈലബിൾ അല്ല. സോ ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ പഠിക്കുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഇതിൻ്റെ ബുക്കുണ്ടല്ലോ, ഞാനത് 5 പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തു. ഇതെന്ന് വെച്ചാൽ ബ്ലോക്ക് 1 ആണ്. പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ ഒരു ബാക്കി 4 പാർട്ട്സും ഉണ്ട്. അത് ഒരുപാട് വലിപ്പം കണ്ടിട്ട് ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് ലെസണാണ് നോക്കുന്നത്. ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് പോസിറ്റീവ് സൈക്കോളജി. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാകും സംതിങ് പോസിറ്റീവ്. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇപ്പം റീൽസ് നോക്കിയാലും, ഇപ്പോൾ യൂട്യൂബ് നോക്കിയാലും, ഫേസ്ബുക്ക് എവിടെ നോക്കിയാലും, ഏത് മാഗസിൻ വായിച്ചാലും എല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ബി പോസിറ്റീവ്. അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ പറയുന്നതാണ് എന്താണ് ബി പോസിറ്റീവ്. പക്ഷേ എങ്ങനെ പോസിറ്റീവായിരിക്കണമെന്ന് മാത്രം ആരും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു സിലബസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു എയിം എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരു നല്ല ലൈഫ്, ഒരു ഗുഡ് ലൈഫ് ലീഡ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു എയിമായിട്ടൊരു ബേസിക് ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതായത് ശരിക്കും പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഫീൽഡാണ്. ഒരു 20 years ആയിട്ടേ ഉള്ളൂ ഇത് വന്നിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താണ് ഇത് എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കാരുടെ സന്തോഷവും പിന്നെ വെൽബീയിങ് എന്ന് പറയാം. വെൽബീയിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് സുഖമാണോ. അപ്പോൾ ചിലർ പറയും സുഖമാണ്, ചിലർ പറയും തട്ടിമുട്ടിയൊക്കെ പോകുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ കഴിഞ്ഞു പോകുന്നു. അപ്പം ഈ വെൽബീയിങ് ശരിക്കും ഒരാളുടെ ഓവറോൾ ഒരു ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ ഈ ഹാപ്പിനെസ്സും വെൽബീയിങ്ങും ഓരോ കൾച്ചറിലും അല്ലെങ്കിൽ ഓരോ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് നമുക്കൊരു ഗുഡ് ലൈഫ് ലീഡ് ചെയ്യാൻ ഇത് എങ്ങനെ സഹായിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. പോസിറ്റീവ് സൈക്കോളജി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാർട്ടിൻ E.P. സെലിഗ്മാൻ എന്ന് പറയുന്നത് ഒരാളാണ്. അപ്പം പുള്ളിക്കാരൻ ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഒക്കെ പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് 1998. ആ ഒരു ടൈമിലാണ് ഈ പുള്ളി പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു ഐഡിയ പുള്ളിയുടെ മനസ്സിലേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ ആലോചിച്ചപ്പം ഈ പ്രീവിയസ് സ്റ്റഡീസും പ്രീവിയസ് ആയിട്ടുള്ള എല്ലാം തിയറീസ് എല്ലാം ബേസ്ഡ് ഓൺ ഈ മനുഷ്യരുടെ നെഗറ്റീവ് ഇമോഷൻസ്, ഫിയർ, ആങ്കർ, സാഡ്നെസ്, അതെല്ലാമാണ്. അല്ലെങ്കിൽ ഡിപ്രഷൻ, ആൾക്കാർ എന്തുകൊണ്ട് ഡിപ്രസ്ഡ് ആവുന്നു, അപ്പോൾ എല്ലാം നെഗറ്റീവാണ് മൊത്തം. അപ്പം പുള്ളിക്ക് തോന്നി ഈ ആൾക്കാരെന്താ പോസിറ്റീവ് ഒന്നും ചിന്തിക്കാത്തതിന്. അങ്ങനെ പുള്ളിയുടെ തലയിൽ ഉദിച്ച ഒരു ആശയമാണ് ഈ പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളത്. അപ്പോൾ പുള്ളി പോസിറ്റീവ് സൈക്കോളജിയെക്കുറിച്ച് ആലോചിച്ചപ്പം പുള്ളി പോസിറ്റീവ് ഇമോഷൻസ് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അതായത് നെഗറ്റീവ് ഇമോഷൻസിനെ പുള്ളി അങ്ങനെ വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ല. ആൾക്കാർ അവരുടെ പോസിറ്റീവ് മാത്രം ചിന്തിച്ച് ജീവിച്ചു തുടങ്ങിയാൽ അവർക്ക് നല്ല റിസൾട്ട് അല്ലെങ്കിൽ നല്ല ഹാപ്പിനെസ് എപ്പോഴും അല്ലെങ്കിൽ വെൽബീയിങ് ലഭിക്കും എന്നായിരുന്നു പുള്ളിയുടെ ഒരു കൺസെപ്റ്റ്. അപ്പം പുള്ളി ഈ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്തൊക്കെ പുള്ളി ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി ചെയ്യുകയും കൂടുതലുള്ള ആൾക്കാരുമായിട്ട് അതെല്ലാം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു 2000-ലും 1998-ലും 2 മീറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് 2000 നടന്ന ഒരു മീറ്റിങ്ങിൻ്റെ പേരാണ് അക്കുമാൽ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ സൈക്കോളജിസ്റ്റ് ഒരുപാട് പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അതിൽ വെച്ചിട്ട് അവരവരുടെ ഈ ഐഡിയാസൊക്കെ പരസ്പരം ഷെയർ ചെയ്യുകയും, അതായത് ഈ സെലിഗ്മാൻ്റെ ഐഡിയാസ് ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ
അങ്ങനെ ഈ പോസിറ്റീവ് സൈക്കോളജി കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി പഠിച്ചു. അതായത് നമ്മളിപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പം ജസ്റ്റ് ഹാപ്പിനെസ് മാത്രമല്ല, അതിനകത്ത് ഹോപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഓപ്റ്റിമിസം ഉണ്ടാകാം, അങ്ങനെ ഫ്ലോ ഉണ്ടാകാം. ഫ്ലോ എന്ന് വെച്ചാൽ ലൈഫ് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്, അടുത്ത് ക്യാരക്ടർ, വേർച്യു. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കും എടുത്തിട്ട് പല സൈക്കോളജിസ്റ്റും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഫസ്റ്റ് ഒരു 2-3-4 പാരഗ്രാഫിൽ, അതായത് ഹിസ്റ്ററിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ബുക്സിലുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് 1-2 പേരുടെ പേര് എനിക്ക് വായിക്കാൻ അങ്ങനെ വലിയ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് അത് ഹിസ്റ്ററി അങ്ങനെ ചോദിക്കുമോ, എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം അത് 2-3 വർഷത്തെ 4-5-6 ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം അതിലിത് ചോദിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്നാലും ജസ്റ്റ് ഒരു ഇതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പം ഈ സെലിഗ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സെലിഗ്മാൻ്റെ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയെ പറയുന്നത് PP1 എന്നാണ്. പോസിറ്റീവ് സൈക്കോളജി വേർഷൻ 1, അല്ലെങ്കിൽ വേവ് 1 എന്ന് പറയും. പിന്നെ എപ്പോഴും ഒരാൾ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിനെ ഒപ്പോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ കുറച്ച് വിമർശിച്ച് നെക്സ്റ്റ് ഒരു സ്റ്റഡീസ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഈ PP1 അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ട് പക്ഷേ കുറച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടായതാണ് PP2 എന്ന് പറയുന്നത്. അപ്പം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോൾ ടി വോങ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ പോൾ ടി വോങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് നമ്മുടെ ആൾക്കാരുടെ നെഗറ്റീവ് ഇമോഷൻസ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പുള്ളിയുടെ ഈ വേവ് 2 എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ പബ്ലിഷ് ചെയ്തത്. അതായത് പുള്ളി പറയുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ ചിലർക്ക് ആ നെഗറ്റീവ് ഇമോഷനെ എന്ന് വെച്ചാൽ അത് അവർക്കൊരു എന്താ പറയുന്നത്, അവർക്കതൊരു പുഷായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം ഒരു എക്സാമിന് തോറ്റു, അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി, ഞാൻ ഭയങ്കര ഡിസ്ട്രസ്ഡായി, എനിക്ക് ഡിപ്രഷനല്ല, കുറച്ച് എംബാരസ്മെൻറ്റ്, നാണക്കേടൊക്കെയായി. അപ്പോൾ അതൊരു വാശിയായിട്ട് എടുത്തിട്ട് ഞാൻ നല്ലോണം പഠിച്ച് നെക്സ്റ്റ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കുവാണെങ്കിൽ, സോ അതൊരു എന്താ പറയുന്നത്, ആ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ പോസിറ്റീവ് ആക്കിയെടുത്തു. അതായത് നമ്മുടെ സഫറിങ്സിനെ നമ്മൾ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം ആ ഒരു രീതിയാണ് ഈ PP2 പോൾ ടി വോങ് നോക്കിയിരിക്കുന്നത്. അപ്പം അതായത് ഒരാൾക്ക് വെൽബീയിങ്ങും ഹാപ്പിനെസ്സും വേണമെങ്കിൽ ഈ പോസിറ്റീവ് ഇമോഷൻസ് മാത്രം പോരാ, നെഗറ്റീവ് ഇമോഷൻസും നമ്മുടെ ലൈഫിൽ വേണം. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു ബേസിക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസാണ്. ഈ PP1ഉം PP2ഉം തമ്മിലുള്ള ഡിഫറൻസാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് കാര്യമാണ്. ഇതിനകത്ത് ഇത്രയുള്ളൂ മനസ്സിലാക്കാൻ. ഒരാൾ പറയുന്നു പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആൾ പറയുന്നു പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവും കൂടെ നമ്മുടെ ലൈഫിൽ വേണം. റിയാലിറ്റി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവരുടെ ലൈഫിൽ പോസിറ്റീവ് മാത്രം, അതായത് വിജയങ്ങൾ മാത്രം അവർ തിങ്ക് ചെയ്യും, അതനുസരിച്ച് അവർ ജീവിക്കും. പക്ഷേ വേറൊരു കൂട്ടരാണെങ്കിൽ അവരെ ഇങ്ങനെ തോറ്റുപോയ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓർത്തിട്ട് അതിൽ നിന്ന് അവരൊരു അതായത് പുഷ്, അത് കിട്ടിയിട്ട് എനിക്ക് ജയിക്കണം, അല്ലെങ്കിൽ ഒരു വാശി എനിക്ക് കാണിച്ചു കൊടുക്കണം, അവരെന്നെ കളിയാക്കിയതല്ലേ, എനിക്ക് അതുകൊണ്ട് ജയിച്ച് കാണിക്കണം, ആ ഒരു രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഇൻഡിവിജ്വലിസ്റ്റിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഈ പുസ്തകത്തിലില്ല, ഇത് ഞാൻ പേഴ്സണലി പറയുകയാണ്. ചില ആൾക്കാർ അവരുടെ പോസിറ്റീവ് മാത്രം, ലൈഫിൽ എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ടെന്ന് അത് മാത്രം ആലോചിച്ച് ജീവിക്കും. മറ്റേ ആൾക്കാർ ഈ തോൽവിയിൽ അവർ നേരിട്ട ആ വേദനയിൽ നിന്നും അവർ വാശി ഉൾക്കൊണ്ട് പിന്നെ അവരുടെ സക്സസ്സിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഓഫ് സൈക്കോളജിയിൽ, പോസിറ്റീവ് സൈക്കോളജിയിലെ ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.